വാസിഷ്ഠസുധ യോഗ വാസിഷ്ഠസാരം ഓഡിയോ ബുക്ക് തുടരുന്നു. നിർവാണ പ്രകരണം, രണ്ടാം സർഗം, ദേവപൂജ ഉപാഖ്യാനം. വസിഷ്ഠൻ പറഞ്ഞു, രാമ, ബോധമാണ് വസ്തു. അതിലിവിടെ ഇങ്ങനെ കാണുന്ന ഈ ജഗത്ത് വെറും തോന്നൽ. ഞാനീ ദേഹമാണെന്ന ചിന്ത വെറും ഭ്രമം. ഇല്ലാത്ത ജഡമല്ലേ ശരീരം. അതുകൊണ്ട് മാംസാസ്ഥികളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ജഡദേഹമാണ് ഞാനെന്ന വിഭ്രമം വെടിയൂ. സങ്കല്പം കൊണ്ട് നിർമ്മിക്കപ്പെടുന്ന ദേഹങ്ങൾ നിനക്ക് വേറെയും അനേകമില്ലേ? നീ പട്ടുമെത്തയിൽ സുഖമായി ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വപ്നദേഹങ്ങൾ ഉണ്ടാവാറില്ലേ? ആ ദേഹങ്ങളുമായി നീ ദിഗന്ധങ്ങളിൽ വിഹരിക്കാറില്ലേ? എവിടെ നിന്നാണ് ആ ദേഹങ്ങളൊക്കെ വന്നത്? ഉണർന്നിരിക്കുമ്പോൾ തന്നെ മനോരാജ്യദേഹങ്ങളുമായി സ്വർഗത്തിലും മറ്റും ചുറ്റിത്തിരിയാറില്ലേ? മേരുപർവ്വതത്തിലെത്തി കറങ്ങി നടക്കാറില്ലേ? ആ ദേഹമൊക്കെ എവിടെ നിന്നു കിട്ടി? 271 ശ്ലോകം, പേജ് 309. ദീർഘസ്വപ്നമിമം വിദ്ധി ദീർഘം വാ ചിത്തവിഭ്രമം ദീർഘം വാപി മനോരാജ്യം സംസാരം രഘുനന്ദന. ദീർഘസ്വപ്നമിമം വിദ്ധി ദീർഘം വാ ചിത്തവിഭ്രമം ദീർഘം വാപി മനോരാജ്യം സംസാരം രഘുനന്ദന. രഘുനന്ദന, അല്ലയോ രാമ, ഇമം സംസാരം, ഈ ലോകജീവിതം ദീർഘസ്വപ്നം വിദ്ധി, ഒരു നീണ്ട സ്വപ്നമാണെന്നറിയൂ. ദീർഘം വാ ചിത്തവിഭ്രമം, അല്ലെങ്കിൽ ഒരു നീണ്ട ചിത്തഭ്രമമാണെന്നറിയൂ. ദീർഘം മനോരാജ്യം വാ അഭി, അതുമല്ലെങ്കിൽ നീണ്ട ഒരു മനോരാജ്യമാണെന്നറിയൂ. അല്ലയോ രാമ, ഈ ലോകജീവിതം ഒരു നീണ്ട സ്വപ്നമാണെന്നറിയൂ, അല്ലെങ്കിൽ ഒരു നീണ്ട ചിത്തഭ്രമമാണെന്നറിയൂ, അതുമല്ലെങ്കിൽ ഒരു നീണ്ട മനോരാജ്യമാണെന്നറിയൂ. ദീർഘസ്വപ്നമിമം വിദ്ധി, ലോകജീവിതം ഒരു സ്വപ്നമാണ്. ലോകജീവിതവും സ്വപ്നവുമായി ഒരു ഭേദവുമില്ല. അതെങ്ങനെ? ഉറക്കത്തിലല്ലേ സ്വപ്നം? ഉണർന്നിരിക്കുമ്പോഴല്ലേ ജീവിതം? ജീവിത സ്വപ്നം അനുഭവിക്കുന്ന ഉറക്കമാണ് അജ്ഞാനം. അജ്ഞാന നിദ്രയിലെ സ്വപ്നമാണ് ജീവിതം. ഒരിക്കൽ കൂടി വായിക്കാം. ജീവിത സ്വപ്നം അനുഭവിപ്പിക്കുന്ന ഉറക്കമാണ് അജ്ഞാനം. അജ്ഞാന നിദ്രയിലെ സ്വപ്നമാണ് ജീവിതം. ഉണർന്നാൽ സ്വപ്നമില്ല. അതുപോലെ അജ്ഞാന നിദ്രയിൽ നിന്നുണർന്നാൽ പിന്നെ ലോകജീവിതവുമില്ല. പിന്നെയുള്ളത് അഖണ്ഡ ബോധസ്വരൂപമായ ബ്രഹ്മം മാത്രം. സ്വപ്നം കള്ളമല്ലേ? ജീവിതം ഉള്ളതല്ലേ? സ്വപ്നം സ്വപ്നവേളയിൽ ജീവിതം പോലെ തന്നെ ഉള്ളതായിട്ടല്ലേ അനുഭവപ്പെടുക? ഉണരുമ്പോഴല്ലേ സ്വപ്നം കള്ളമാകുന്നത്? അജ്ഞാനനിദ്ര വിട്ട് ഉണരുന്നതോടെ ലോകവും ലോകജീവിതവും തികച്ചും മിഥ്യയായി മാറുന്നു എന്ന് പ്രസിദ്ധമല്ലേ? സ്വപ്നം അല്പസമയം മാത്രമല്ലേ അനുഭവപ്പെടുക? ജീവിതമോ നീണ്ട വർഷങ്ങൾ. അതുപോലെ സ്വപ്നം ദേഹത്തിനുള്ളിൽ ഒരല്പദേശത്തല്ലേ അനുഭവപ്പെടുന്നത്? ജീവിതമോ വിശാലമായ ലോകത്ത്. ഈ വിലയിരുത്തലുകളെല്ലാം ഉണർന്നതിനു ശേഷമുള്ളവയാണെന്ന് പോലും ഓർമ്മിക്കാൻ കഴിയുന്നില്ലേ? ജീവിതത്തിൽ എന്ന പോലെ തന്നെ നീണ്ട കാലവും ദേശവുമെല്ലാം സ്വപ്നത്തിലും സ്വതന്ത്രമായി സൃഷ്ടിക്കപ്പെടുന്നു എന്നതല്ലേ സത്യം? എന്തിനേറെ, സൂര്യചന്ദ്രന്മാരും ആകാശവും ഉൾപ്പെടെ എല്ലാം പുതുതായി സ്വപ്നത്തിൽ സൃഷ്ടിക്കപ്പെടുന്നു. ജഗത്ത് മുഴുവൻ ഉള്ളിലാണെന്നുള്ളതിന് സ്പഷ്ടമായ തെളിവാണ് സ്വപ്നം.
സ്വപ്നം വ്യർത്ഥമാണ്. ഭൗതിക ജീവിതവും ചിന്തിക്കുന്നവർക്ക് വ്യർത്ഥമാണ്. ഇങ്ങനെ നോക്കുമ്പോൾ സ്വപ്നവും ലോകജീവിതവും തമ്മിൽ ഒരു ഭേദവുമില്ലെന്ന് കാണാൻ കഴിയും. സ്വപ്നം ഉറക്കത്തിൽ നിന്നും ഉണർത്തുന്നുണ്ടല്ലോ എന്നാണെങ്കിൽ ലോകജീവിതവും അജ്ഞാന നിദ്രയിൽ നിന്നുണരാൻ സഹായിക്കുമെങ്കിൽ സഫലം തന്നെയാണ്. ചിത്തവിഭ്രമവും മനോരാജ്യവുമെല്ലാം സ്വപ്നം പോലെ തന്നെ വിശകലനം ചെയ്യപ്പെടേണ്ടവയാണ്. ഒരിക്കൽ കൂടി വായിക്കാം. സ്വപ്നം ഉറക്കത്തിൽ നിന്നും ഉണർത്തുന്നുണ്ടല്ലോ എന്നാണെങ്കിൽ ലോകജീവിതവും അജ്ഞാനനിദ്രയിൽ നിന്നുണരാൻ സഹായിക്കുമെങ്കിൽ സഫലം തന്നെയാണ്. ചിത്തവിഭ്രമവും മനോരാജ്യവും എല്ലാം സ്വപ്നം പോലെ തന്നെ വിശകലനം ചെയ്യപ്പെടേണ്ടവയാണ്. വസിഷ്ഠൻ തുടർന്നു, ഈ ജഗത്രയം വെറുമൊരു ഭ്രമം. ഇത് ഉണ്ടെന്നോ ഇല്ലെന്നോ പറകവയ്യ. ബോധമല്ലാതെ മറ്റൊരു വസ്തുവില്ല. ഈ ഉറപ്പാണ് സത്യദർശനം. ജനിച്ച സ്ഥിതിക്ക് അവശ്യം മരിച്ചേ തീരൂ. ഇതറിയാവുന്നയാൾ സ്വന്തം മരണത്തെക്കുറിച്ച് വെറുതെ പരിതപിച്ചിട്ട് വല്ല പ്രയോജനവുമുണ്ടോ? ഇവിടെ വന്നു ജനിച്ചാൽ ഏതു പുരുഷനും ചിലതൊക്കെ നേടാൻ കഴിയും. ഇതറിയുന്നയാൾ സ്വന്തം നേട്ടങ്ങളിൽ അഹങ്കരിച്ചിട്ട് കാര്യമുണ്ടോ? പലതുണ്ടെന്ന ചിന്ത ഉപേക്ഷിച്ചിട്ട് കാണപ്പെടുന്ന പദാർത്ഥങ്ങളിലെല്ലാം സാമാന്യമായി സ്ഥിതി ചെയ്യുന്ന ബോധസത്യത്തെ ഭാവന ചെയ്ത് ഉറപ്പിക്കൂ. രാമ, ഈ കാണപ്പെടുന്ന നാനാത്വഭ്രമമൊക്കെ ചിത്തമുണ്ടാക്കി തീർക്കുന്ന അനർത്ഥമാണെന്നറിഞ്ഞ് ആ ചിത്തത്തെയും ഏകത്വബുദ്ധി കൊണ്ട് ഉപശമിപ്പിച്ച് സുഖമനുഭവിക്കൂ രാമ. രാഗദ്വേഷങ്ങളെന്ന രണ്ടു സർപ്പങ്ങളും മനസ്സാകുന്ന പൊത്തിൽ നിന്നും പുറത്തു പോകുമെങ്കിൽ ബോധസത്യമാകുന്ന കൽപ്പവൃക്ഷം ജീവിതത്തിൽ എല്ലാ നേട്ടങ്ങളും ഉണ്ടാക്കിത്തരും എന്ന് അറിയൂ. 272 പദ്യം. യേ പ്രാജ്ഞാഗർവമാപന്നാ വിദഗ്ധാ ശാസ്ത്രശാലിനഃ രാഗദ്വേഷമയാ മാന്യഗർദ്ധഭാസ്തേധികസ്തു താൻ. ശാസ്ത്രം പഠിച്ച് അറിവുണ്ടെന്ന് അഹങ്കരിച്ചു നടക്കുന്ന ശാസ്ത്രവിദഗ്ധരെ കാണുവാനുണ്ട്. രാഗദ്വേഷമയന്മാരായി വാദം മുഴക്കി നടക്കുന്ന അത്തരക്കാരെ മാന്യരായ കഴുതകളായി കണക്കാക്കിയാൽ മതി. അവർ നിന്ദാർഹരാണ്. രാഗദ്വേഷങ്ങൾ ഒഴിച്ചു മാറ്റി ശാസ്ത്രതത്വം അനുഭവിക്കുന്നവരാണ് ധന്യർ. ഈ സംസാരചക്രം ചിത്തകേന്ദ്രത്തിലെ സങ്കല്പം മാത്രമാണ്. ആർക്കു വേണോ പരീക്ഷിച്ചറിയാം. ചിത്തസങ്കല്പം നിരോധിച്ചു നോക്കട്ടെ. സംസാരചക്രം അതോടെ തിരച്ചിൽ അവസാനിപ്പിക്കും. സംസാരചക്രം അതോടെ തിരിച്ചിൽ അവസാനിപ്പിക്കും. ചിത്തകേന്ദ്രത്തെ സദാ ക്ഷോഭിപ്പിച്ചുകൊണ്ടിരുന്നാൽ യത്നപൂർവം തടയാൻ ശ്രമിച്ചാലും നിൽക്കാതെ സംസാരചക്രം കറങ്ങിക്കൊണ്ടു തന്നെ ഇരിക്കും. ഒരിക്കൽ കൂടി വായിക്കാം. ചിത്തസങ്കല്പം നിരോധിച്ചു നോക്കട്ടെ. സംസാരചക്രം അതോടെ തിരിച്ചിൽ അവസാനിപ്പിക്കും. ചിത്തകേന്ദ്രത്തെ സദാ ക്ഷോഭിപ്പിച്ചുകൊണ്ടിരുന്നാൽ യത്നപൂർവം തടയാൻ ശ്രമിച്ചാലും നിൽക്കാതെ സംസാരചക്രം കറങ്ങിക്കൊണ്ടു തന്നെ ഇരിക്കും. 273 പദ്യം. പരം പൗരുഷമാശ്രിത്യ ബലം പ്രജ്ഞാം ച യുക്തിതഃ നാഭിം സംസാരചക്രസ്യ ചിത്തമേവ നിരോധയേത്. അങ്ങേയറ്റത്തെ പൗരുഷവും ബലവും അറിവും യുക്തിയും അവലംബിച്ച് സംസാരചക്രത്തിൻ്റെ കേന്ദ്രമായ ചിത്തത്തെ തന്നെ നിരോധിക്കേണ്ടതാണ്. വസ്തുബോധം കൊണ്ട് അനായാസമായി തീരുന്നതും ശാസ്ത്രത്തിൻ്റെ വെളിച്ചം പേറുന്നതുമായ പൗരുഷം കൊണ്ട് സാധിക്കാൻ കഴിയാത്തതായി ഇവിടെ ഒന്നും തന്നെയില്ല. മനഃപിശാച് സദാ ഭയമുളവാക്കിക്കൊണ്ടിരിക്കും. അശുഭചിന്ത വളർത്തും. ധൈര്യത്തെ അപഹരിക്കും. സത്യത്തെ മറയ്ക്കും. അങ്ങനെയുള്ള മനഃപിശാചിനെ പുറത്താക്കിയിട്ട് പിന്നെന്തു ശേഷിക്കുമോ അതായി നിലകൊള്ളൂ രാമ. 274 പദ്യം. ചിത്തയക്ഷദൃഢാക്രന്തം ന ശാസ്ത്രാണി ന ബാന്ധവാഃ ശക്നുവന്തി പരിത്രാതും
ഗുരവോ നമ ച ഗുരവോ ന ച വാം ഗുരവോ ന ച മാനവം ചിത്തയക്ഷദൃഢാക്രന്ദം ന ശാസ്ത്രാണി ന ബാന്ധവാഃ ശക്നുവന്തി പരിത്രാതും ഗുരവോ ന ച മാനവം. ചിത്തപ്പിശാച് കീഴടക്കി വച്ചിരിക്കുന്ന മനുഷ്യനെ ആർക്ക് രക്ഷിക്കാൻ കഴിയും? ശാസ്ത്രങ്ങൾക്കോ ബന്ധുക്കൾക്കോ ഗുരുക്കന്മാർക്കോ രക്ഷിക്കാൻ കഴിയുന്നതല്ല. 275 പദ്യം. സംശാന്തചിത്തവേതാളം ഗുരുശാസ്ത്രാർത്ഥബാന്ധവാഃ ശക്നുവന്തി സമുദ്ധർത്തും സ്വൽപപങ്കാൻ മൃഗം യഥാ. ചിത്തപ്പിശാച് അല്പമൊന്നു വശത്തായി പാകപ്പെട്ടയാളിനെക്കുറിച്ച് ചെളിയിൽ പുതഞ്ഞു കിടക്കുന്ന മൃഗത്തെ എന്ന പോലെ ഗുരുക്കന്മാർക്കും ശാസ്ത്രങ്ങൾക്കും ബന്ധുക്കൾക്കുമൊക്കെ രക്ഷിക്കാൻ കഴിഞ്ഞേക്കും. ചിത്തപ്പിശാച് അല്പമൊന്നു വശത്തായി പാകപ്പെട്ടയാളിനെ കുറച്ച് ചെളിയിൽ പുതഞ്ഞു കിടക്കുന്ന മൃഗത്തെ എന്ന പോലെ ഗുരുക്കന്മാർക്കും ശാസ്ത്രങ്ങൾക്കും ബന്ധുക്കൾക്കും ഒക്കെ രക്ഷിക്കാൻ കഴിയും. ലോകഭോഗങ്ങളുടെ പിന്നാലെയുള്ള പരക്കം പാച്ചിൽ ഉപേക്ഷിക്കണം. സജ്ജനങ്ങളുടെ മാർഗം പിന്തുടരണം. ഒരേ ഒരു മഹാസത്യമായ ആത്മതത്വം വിചാരം ചെയ്തുറപ്പിക്കണം. രാമ, ഇക്കാര്യത്തിൽ മഹാമോഹമില്ലാതാക്കുന്ന അതിവിശിഷ്ടമായ മറ്റൊരു കാഴ്ചപ്പാട് ഞാൻ നിനക്ക് വിവരിച്ചു തരാം. സംസാര ദുഃഖം ശമിപ്പിക്കാനായി സാക്ഷാൽ പരമശിവൻ കൈലാസ പർവ്വത ഗുഹയിൽ വെച്ച് എന്നെ കേൾപ്പിച്ച ഒരു ഉപായം ഇതാണ്. പൂനിലാവിൻ കൂട്ടം പോലെ വിളങ്ങുന്ന കൈലാസപർവ്വതം ഗൗരീമണ മന്ദിരമാണെന്ന് പ്രസിദ്ധമാണല്ലോ. ചന്ദ്രകലാധരനായ ഹരൻ അവിടെ പാർത്തുപോരുന്നു. ഞാനും ഒരു കാലത്ത് ഗംഗയുടെ കരയിൽ ഒരാശ്രമം കെട്ടി ആ ദേവനെ പൂജിച്ചുകൊണ്ട് അവിടെ കാലം കഴിച്ചിരുന്നു. ആചാരപൂർവം തപസ്സനുഷ്ഠിച്ച് കുറേ കാലം അവിടെ അങ്ങനെ കഴിഞ്ഞു. അനേക സിദ്ധന്മാരും ഞാനും ഒരുമിച്ച് കൂടും. ശാസ്ത്രാർത്ഥങ്ങൾ ചർച്ച ചെയ്യും. കൂടകെട്ടി പൂജയ്ക്കായി പൂക്കൾ ശേഖരിക്കും. ശാസ്ത്രഗ്രന്ഥങ്ങളും കുറേ ശേഖരിച്ച് സൂക്ഷിക്കും. ഇപ്രകാരം ഗുണസമൃദ്ധമായ കൈലാസ ശൈലത്തിലെ വള്ളിക്കുടിലിൽ തപസ്സിലേർപ്പെട്ട് ഞാൻ സമാധിയിൽ കഴിയുക പതിവായിരുന്നു. ഒരിക്കൽ ശ്രാവണ മാസത്തിൽ കറുത്ത പക്ഷത്തിലെ 8-ാം ദിവസം രാത്രിയുടെ 1-ാം ഭാഗം ഏതാണ്ട് കഴിഞ്ഞു. ദിക്കെല്ലാം പരമശാന്തം. സർവത്ര നിശബ്ദത. കളിയാടി. വള്ളിക്കുടലുകളിലും കാട്ടിനുള്ളിലും വാൾ കൊണ്ട് കഷണിക്കത്തക്കവണ്ണം കട്ടിപ്പിടിച്ച കൂരിരുട്ട്. രാത്രി ഏതാണ്ട് 1-ാം യാമത്തിൻ്റെ പകുതി കഴിഞ്ഞിരിക്കും. ഞാൻ സമാധിയിൽ നിന്നും വിരമിച്ച് ചുറ്റും കണ്ണോടിച്ചു. പെട്ടെന്ന് കാട്ടിൽ അത്യുജ്വലമായ ഒരു പ്രകാശം പരക്കുന്നതായി കണ്ടു. നൂറുകണക്കിന് വെള്ളമേഘങ്ങൾ ഒരുമിച്ച പോലെ, അഥവാ ചന്ദ്രന്മാരുടെ കൂട്ടങ്ങൾ ഇളകിച്ചലിക്കുന്നത് പോലെ. ആ പ്രകാശത്തിൽ ദിഗന്ധങ്ങളൊക്കെ തിളങ്ങിക്കാണപ്പെട്ടു. അതുകൊണ്ട് എൻ്റെ ഉള്ളിൽ ആശ്ചര്യം നിറഞ്ഞു. ഉള്ളിലെ പ്രകാശമയമായ ബുദ്ധിദൃഷ്ടി കൊണ്ട് ഞാൻ സൂക്ഷിച്ചു നോക്കി. എനിക്ക് മനസ്സിലായി, സാക്ഷാത് ചന്ദ്രകലാധരൻ ആ സാനുപ്രദേശത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. അർദ്ധാംഗിനിയായ പാർവതീദേവിയുടെ കൈക്കു പിടിച്ച് നന്ദീശ്വരനെ അഗ്രഗാമിയാക്കിക്കൊണ്ട് അതാ ദേവൻ കടന്നു വരുന്നു. ചുറ്റും നിന്ന ശിഷ്യന്മാരെ കാര്യം ധരിപ്പിച്ച ശേഷം ഞാൻ ശ്രദ്ധാപൂർവം പൂജാദ്രവ്യം കയ്യിലെടുത്തു. സന്തോഷത്തോടുകൂടി ഞാൻ ഭഗവാന്റെ മുമ്പിലെത്തി. ദൂരെ വെച്ച് തന്നെ ഞാൻ പുഷ്പാഞ്ജലി അർപ്പിച്ചു. പൂജാദ്രവ്യങ്ങൾ മുൻപിൽ വെച്ച് നമസ്കരിച്ചു. തുടർന്ന് ഭഗവാൻ ചന്ദ്രപ്രഭയെ കൂട്ടുപിടിച്ചുകൊണ്ട് പ്രഭാപൂരിതവും ശീതളവുമായ കണ്ണുകൊണ്ട് എല്ലാ ആർത്തികളും അസ്തമിക്കുമാറ് എന്നെ വളരെ നേരം കടാക്ഷിച്ച് അനുഗ്രഹിച്ചു. അവിടെ പൂക്കളുടെ മധ്യത്തിൽ ഇരിപ്പുറപ്പിച്ച അദ്ദേഹത്തെ വീണ്ടും മർഗ്യം, പാദ്യം, പുഷ്പം എന്നിവ അർപ്പിച്ച് ഞാൻ വണങ്ങി. കൽപ്പവൃക്ഷ പൂക്കൾ ചൊരിഞ്ഞ് പുഷ്പാഞ്ജലി നിർവഹിച്ചു. വീണ്ടും വീണ്ടും വണങ്ങി സ്തോത്രങ്ങൾ ചൊല്ലി സ്തുതിച്ചു. അതുപോലെ ദേവി ഭഗവതിയെയും സഖിമാരോടും ഗണങ്ങളോടും ഒപ്പം പൂജിച്ചു. പൂജാവിധികൾ അവസാനിച്ചതോടെ പൂർണ്ണചന്ദ്രപ്രഭാശീതളമായ വാക്കുകൊണ്ട് അടുത്തിരുന്ന എന്നോട് ചന്ദ്രകലാധരൻ ഇങ്ങനെ അരുളി ചെയ്തു: ബ്രഹ്മൻ, അങ്ങയുടെ മനസ്സ് പൂർണ്ണമായി ഉപശമിച്ച് ശാന്തി കൈവരിച്ചു കഴിഞ്ഞില്ലേ? മംഗളകാരികളായ അങ്ങയുടെ ബുദ്ധിചലനങ്ങൾ സ്ഥിരസത്യത്തിലെത്തി ഉറച്ചില്ലേ? അങ്ങയുടെ തപസ് വിഘ്നമൊന്നും കൂടാതെ മംഗളകരമായി തുടർന്നു പോകുന്നില്ലേ? മനസ്സെത്തേണ്ടിടത്തെത്തിയോ? ഭയങ്ങളൊക്കെ വിട്ടകന്നില്ലേ?
പ്രപഞ്ചത്തിന് മുഴുവൻ കാരണമായ ഭഗവാൻ ഇത്രയും ചോദിച്ചു കഴിഞ്ഞതോടെ ഞാൻ ആദരവ് നിറഞ്ഞു തിളങ്ങുന്ന വാക്കുകളിൽ ഇങ്ങനെ മറുപടി നൽകി. അല്ലയോ മഹേശ്വര, അങ്ങയെ ഓർമ്മിച്ച് പവിത്രമായ ചിത്തത്തോടു കൂടിയവർക്ക് പ്രാപിക്കാൻ പ്രയാസമുള്ളതായി ഈ ലോകത്തൊന്നുമില്ല. ഭയമൊന്നും അവരെ അടുക്കുകയേയില്ല. അങ്ങയെ ഓർമ്മിച്ച് പരമപരിശുദ്ധമായ ചിത്തത്തോടു കൂടിയവരുടെ മുൻപിൽ തലകുനിച്ച് വണങ്ങാത്തവർ ഈ ലോകത്താരുണ്ട്? അങ്ങയുടെ ഏകാന്ത സ്മരണയിൽ ലയിച്ചിരിക്കുന്ന ഭക്തന്മാരുള്ള നാടാണ് നാട്, ജനപദമാണ് ജനപദം, ദിക്കാണ് ദിക്ക്, പർവ്വതമാണ് പർവ്വതം. കഴിഞ്ഞ കാലത്തെ പുണ്യത്തെ ഫലിപ്പിച്ചത്, ഇപ്പോഴത്തെ പുണ്യത്തെ ഫലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, നാളത്തെ പുണ്യത്തെ ഫലിപ്പിക്കാൻ ഇടയുള്ളത് അങ്ങയുടെ അനുസ്മരണം ഒന്ന് മാത്രമാണ്. ജ്ഞാനാമൃതം നിറഞ്ഞു തുളുമ്പുന്ന കലശമാണ്, ധൈര്യമാകുന്ന പൂനിലാവ് പരത്തുന്ന ചന്ദ്രനാണ്. മോക്ഷനഗരത്തിൻ്റെ പ്രവേശനദ്വാരം അങ്ങയുടെ അനുസ്മരണം. അങ്ങയുടെ നിരന്തര സ്മരണയാകുന്ന ചിന്താമണി രത്നം കയ്യിലുള്ള ഞാൻ, അല്ലയോ ജഗദീശ്വര, എല്ലാ ആപത്തുകളെയും എന്നേക്കുമായി തരണം ചെയ്തിരിക്കുന്നു. ഇത്രയും പറഞ്ഞ് സുപ്രസന്നനായി കാണപ്പെട്ട ഭഗവാൻ പരമേശ്വരൻ്റെ മുൻപിൽ വീണ്ടും പ്രണാമം അർപ്പിച്ചുകൊണ്ട്, അല്ലയോ രാമ, ഞാൻ ഇങ്ങനെ ചോദിച്ചു. എന്താണ് ചോദിച്ചതെന്ന് കേട്ടോളൂ. ഭഗവൻ, അങ്ങയുടെ കാരുണ്യം കൊണ്ട് എനിക്ക് എല്ലാ ദിക്കുകളും ആനന്ദപൂർണ്ണമാണ്. എങ്കിലും ഞാൻ അങ്ങയോട് സംശയ നിവൃത്തിക്കായി ഒന്ന് ചോദിക്കുന്നു. പ്രസന്ന ബുദ്ധിയോടെ കാരുണ്യപൂർവ്വം എനിക്കത് പറഞ്ഞു തരണം. എല്ലാ പാപങ്ങളും അകലുന്ന മട്ടിലുള്ള, എല്ലാ മംഗളങ്ങളും കൈവരുന്ന മട്ടിലുള്ള ദേവാർച്ചനാവിധം പ്രഭോ ഏതു തരത്തിലുള്ളതാണ്? മഹേശ്വരൻ പറഞ്ഞു, ബ്രഹ്മജ്ഞന്മാരിൽ ശ്രേഷ്ഠനായ മഹർഷിയെ കേട്ടാലും ഏറ്റവും ഉത്തമമായ ദേവാർച്ചനാവിധം ഞാൻ പറയാം. ആദ്യം യഥാർത്ഥ ദേവൻ ആരാണെന്ന് പറയാം, എന്നിട്ടല്ലേ അർച്ചനയുടെ കാര്യം. യഥാർത്ഥ ദേവൻ പുണ്ടരീകാക്ഷനായ വിഷ്ണുവല്ല, മുക്കണ്ണനായ ശിവനുമല്ല. പിന്നെയോ? ഒരിക്കൽ കൂടി വായിക്കാം. മഹേശ്വരൻ പറഞ്ഞു, ബ്രഹ്മജ്ഞന്മാരിൽ ശ്രേഷ്ഠനായ മഹർഷിയെ കേട്ടാലും ഏറ്റവും ഉത്തമമായ ദേവാർച്ചനാവിധം ഞാൻ പറയാം. ആദ്യം യഥാർത്ഥ ആരാണെന്ന് പറയാം, എന്നിട്ടല്ലേ അർച്ചനയുടെ കാര്യം. യഥാർത്ഥ ദേവൻ പുണ്ടരീകാക്ഷനായ വിഷ്ണുവല്ല, മുക്കണ്ണനായ ശിവനുമല്ല. പിന്നെയോ? 276 പദ്യം. ന ദേവോ ദേഹരൂപോ ഹി ന ദേവശ്ചിത്തരൂപകഃ ആകൃത്രിമമനാദ്യന്തം ദേവനം ദേവ ഉച്യത്തെ. ദേവഃ ദേഹരൂപഃ നഹി. യഥാർത്ഥ ദേവൻ ദേഹം ധരിച്ച വ്യക്തിയല്ല. ദേവഃ ചിത്തരൂപകഃ ന. യഥാർത്ഥ ദേവൻ ചിത്തരൂപം ധരിച്ചയാളുമല്ല. അകൃത്രിമം നാമരൂപസ്പർശമേൽക്കാത്തതും അനാദ്യന്തം ആദിയോ അന്തമോ ഇല്ലാത്തതുമായ ദേവനം അഖണ്ഡബോധമാണ് ദേവഃ ഉച്യത്തെ, യഥാർത്ഥ ദേവനെന്ന് പറയപ്പെടുന്നത്. യഥാർത്ഥ ദേവൻ ദേഹം ധരിച്ച വ്യക്തിയല്ല. യഥാർത്ഥ ദേവൻ ചിത്തരൂപം ധരിച്ചയാളുമല്ല. നാമരൂപസ്പർശമേൽക്കാത്തതും ആദിയോ അന്തമോ ഇല്ലാത്തതുമായ അഖണ്ഡബോധമാണ് യഥാർത്ഥ ദേവനെന്ന് പറയപ്പെടുന്നത്. അകൃത്രിമം അനാദ്യന്തം ദേവനം. ഈശ്വരനെക്കുറിച്ചാണല്ലോ ലോകത്തെ ഏറ്റവും അധികം അഭിപ്രായ വ്യത്യാസമുള്ളത്. ഈശ്വരൻ ഉണ്ടെന്നു ചിലർ, ഇല്ലെന്നു ചിലർ. ഉണ്ടെങ്കിൽ തന്നെ എത്രയെത്ര വ്യത്യസ്തങ്ങളായ ഈശ്വര സങ്കല്പങ്ങളാണ് ഇന്ന് നിലവിലുള്ളത്. എന്തുകൊണ്ടാണ് ഈ അഭിപ്രായ വ്യത്യാസമെല്ലാം? നിലനിൽപ്പിൻ്റെ രഹസ്യം ശാസ്ത്രീയമായി തെളിഞ്ഞിട്ടില്ലെന്ന ധാരണയാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ കാരണം. നിലനിൽപ്പിൻ്റെ ശാസ്ത്രീയ സത്യം തെളിഞ്ഞാൽ അതുതന്നെയാണ് ഈശ്വരൻ. അഖണ്ഡബോധമാണ് നിലനിൽപ്പിൻ്റെ ശാസ്ത്രീയ സത്യമെന്ന് വേദാന്തശാസ്ത്രം കണ്ടെത്തി. പ്രപഞ്ച ആരംഭകാലത്തു തന്നെ ഏതാണ്ട് ഇത് വെളിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് കരുതേണ്ടത്. എന്തുകൊണ്ടെന്നാൽ വേദാന്തമെന്നറിയപ്പെടുന്ന ഉപനിഷത്തുക്കളുടെ കാലം കൃത്യമായി നിർണയിക്കാൻ ഇന്നുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഉപനിഷത്തുകൾ കണ്ടെത്തിയ ഈ സത്യം അന്നു മുതൽ ആവർത്തിച്ച് പരീക്ഷിച്ച് ഉറപ്പിക്കപ്പെട്ടു പോരുകയും ചെയ്യുന്നു. ആർക്കു വേണമെങ്കിലും ഇന്നും പരീക്ഷിച്ച് ഉറപ്പിക്കാവുന്നതാണ്. ഇങ്ങനെ ശ്രുതി യുക്തി അനുഭവങ്ങളിൽ ആവർത്തിച്ച് ഉറപ്പിക്കപ്പെടുന്ന വേദാന്ത സത്യം പഠിച്ച് ഉറപ്പിച്ചവർക്കാർക്കും ഈശ്വരനെക്കുറിച്ച് സംശയമില്ല, അഭിപ്രായ വ്യത്യാസമില്ല. പരമശിവൻ തുടർന്നു, നാമരൂപാദി ഉപാധികൾ കൊണ്ട്
പരിമിതമാകുന്ന കാഴ്ചകളിൽ ഈശ്വരത്വം എങ്ങനെ സാധ്യമാകും? അതുകൊണ്ട് അകൃത്രിമവും അപരിമിതവുമായ ബോധം തന്നെയാണ് സാക്ഷാത് മംഗളസ്വരൂപമായ ഈശ്വരതത്വം. ദേവനാരെന്ന് ആദ്യം ശാസ്ത്രീയമായി അറിയുക, എന്നിട്ട് ആ ദേവനെ പൂജിക്കുക. ശാസ്ത്രീയമായ ശിവതത്വത്തെക്കുറിച്ച് അറിവില്ലാത്തവർക്കു വേണ്ടി ആദ്യപടി എന്നോണമാണ് വിഗ്രഹാരാധനയും മറ്റും അനുവദിച്ചിരിക്കുന്നത്. ഒരു യോജന ദൂരം ഓടാൻ കഴിവില്ലാത്തവൻ ആദ്യം അല്പദൂരം ഓടി പരിശീലിച്ചു തുടങ്ങട്ടെ. 277 പദ്യം. ചിദ്ഭ്യോമൈവ കിലാസ്തിഹ പാരാവാരവിവർജിതം സർവത്ര സംഭവച്ചേത്യം കൽപ്പാന്തേഷു ച ശിഷ്യത്തെ. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.